നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് ശേഷം ഇതുവരെയും ആന്ധ്ര മേഖലയിൽ കോൺഗ്രസ് ക്ലച്ച് പിടിച്ചിട്ടില്ല. തെലങ്കാനയിൽ അധികാരത്തിൽ വന്ന് നാളുകൾ ഇത്രയുമായിട്ടും ആന്ധ്രയിൽ എന്തുകൊണ്ട് കാര്യമായ ചലനം സംഭവിക്കുന്നില്ല? വലിയ തോതിലുള്ള ചർച്ചകൾ വരികയാണ്. എന്നാൽ തീർച്ചയായും ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി YSR കോൺഗ്രസ് അസ്തമിക്കുന്നതോടുകൂടി കോൺഗ്രസിന് വീണ്ടും വലിയ ഹൈപ്പ് ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. ആന്ധ്രയിൽ നമുക്കറിയാം, അവിടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് കൊടികുത്തി വാഴുന്നത്. ഒന്ന് TDPയും മറ്റൊന്ന് എന്ന് പറയുന്ന YSR കോൺഗ്രസ്. YSR കോൺഗ്രസ് പാർട്ടിയിലെ പലരും പഴയ കോൺഗ്രസ്സുകാരാണ്. YS രാജശേഖര റെഡ്ഡിയുടെ മരണത്തിന് ശേഷം ജഗൻമോഹൻ റെഡ്ഡി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ആന്ധ്രയുടെ കരുത്തനായ നേതാവായി മാറാൻ ശ്രമിച്ചപ്പോൾ അന്ന് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനെ തള്ളി താഴേക്കിടുകയും അദ്ദേഹം ആ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ഒരു പാർട്ടി തുടങ്ങുകയും അത് വളരെ വൈകാതെ തന്നെ നിർണായക മാറ്റങ്ങളിലേക്ക് വരികയും ചെയ്തു. ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് കാര്യമായ മേൽക്കൈ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം പ്രതിപക്ഷത്തെത്തി, പിന്നീട് ഭരണപക്ഷത്തേക്ക് എത്തി. ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. 2014 TDP അധികാരത്തിലെത്തി, 2019 ജഗൻ അധികാരത്തിലെത്തി, 2024 വീണ്ടും നായിഡുവിൻ്റെ നേതൃത്വത്തിൽ TDP അധികാരത്തിലേക്ക് എത്തി. പക്ഷേ ഇത്തവണ ജഗൻ്റെ പരാജയം വലിയ പരാജയമായിരുന്നു. വോട്ട് ഷെയറിലും സീറ്റുകളിലും തകർന്നടിഞ്ഞ ജഗൻമോഹന് ഇനി അഭയം എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശക്തമായ പിന്തുണ ഒന്ന് മാത്രമാണ്. അത് നന്നായി അറിയുന്ന ഒരു നേതാവ് രേവന്ത് റെഡ്ഡിയാണ്. കാര്യം രേവന്ത് റെഡ്ഡി നായിഡുവുമായി മുൻകാല പരിചയമുണ്ട്. ഒരുമിച്ച് TDPയുടെ പ്രവർത്തനം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചവരാണ്. തെലങ്കാന മേഖലയിൽ നായിഡുവിൻ്റെ ഏറ്റവും വലിയ കരുത്ത് രേവന്ത് റെഡ്ഡി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ രേവന്ത് റെഡ്ഡി വിചാരിക്കുന്നത് ആന്ധ്രയിൽ കോൺഗ്രസിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും, അതിനായി ശർമിളയുമായി കൈകോർത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് രേവന്ത് റെഡ്ഡി തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കാര്യമായ മേൽക്കൈ ഉണ്ടാകുമെന്ന രേവന്ത് റെഡ്ഡിയുടെ വാദം പുച്ഛിച്ചു തള്ളാൻ കഴിയില്ല എന്ന് നായിഡു തന്നെ വ്യക്തമാക്കും. ഒന്ന് ആലോചിക്കണം, നായിഡു തന്നെ പറയുന്നുണ്ട് YSR കോൺഗ്രസിനേക്കാൾ കോൺഗ്രസിന് മേൽക്കൈ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. YSR കോൺഗ്രസിന് ഇനി പ്രാധാന്യം ഒന്നും തന്നെ ഇല്ല. തെലങ്കാനയുടെ മണ്ണിൽ കോൺഗ്രസിന് വേരുറപ്പിച്ചതുപോലെ തന്നെ ആന്ധ്രയിൽ കോൺഗ്രസിന് കാര്യമായ മുന്നേറ്റം സാധ്യമാണ് എന്ന് നായിഡു പോലും രേവന്ത് റെഡ്ഡിയെക്കുറിച്ച് പരാമർശിക്കുന്നു. രേവന്ത് റെഡ്ഡിയുടെ നേതൃപാടവത്തെക്കുറിച്ച് നായിഡു വല്ലാതെ പ്രശംസിക്കുന്നതും അത് ജഗൻമോഹന് വലിയ പണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ എന്നാൽ പോലും ജഗനെ എങ്ങനെയും തകർക്കുക, തൻ്റെ പാർട്ടിക്ക് ക്ഷതമേറ്റാലും വേണ്ടില്ല, ജഗനെ തകർക്കുക എന്നുള്ളത് നായിഡുവിൻ്റെ ചിരകാല അഭിലാഷമാണ്. അത് തീർച്ചയായും രേവന്ത് റെഡ്ഡി മുതലെടുക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അത് നടക്കുകയും ചെയ്യുമെന്ന് ഇപ്പോഴത്തെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും.